ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് എപ്പോഴും പറയണ പോലെ തന്നെ ഞാനിന്ന് അമ്പലത്തിൽ പോകണേണ്. അപ്പോൾ നല്ല മഴയാണ് ഇന്ന്. ഇപ്പോഴും നല്ല മഴയാണ്. ഒരു 4:30 ആയപ്പോൾ നല്ല മഴയായിരുന്നു. അമ്പലത്തിലൊക്കെ പോയാൽ പിള്ളേർ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ അവരുടെ ജോലികൾക്കൊക്കെ ആയിട്ട് അവർ പോകട്ടെ. ഇനിയിപ്പോൾ എൻ്റെ ഡ്യൂട്ടിയാണ് അടുക്കളയിൽ. ഇപ്പം ഞാൻ ഡ്യൂട്ടിയൊക്കെ തുടങ്ങാൻ വേണ്ടി അടുക്കളയിട്ട് കയറിയൊക്കെയാണ്. പിന്നെ തക്കാളി, ഇത് അഞ്ചുവിൻ്റെ പ്രിപ്പറേഷനാണ്. അഞ്ചുവാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി ഇടാൻ മറന്നുപോയി വെള്ളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു എളുപ്പപ്പണിയുണ്ട്. പച്ചരിയും ഒരിത്തിരി ചോറും, ജീരകം, ഇത്തിരി പഞ്ചസാര, വെളുത്തുള്ളി, ചുവന്നുള്ളി എല്ലാം കൂടി ഇതേപോലെ വെള്ളത്തിയിട്ട് വെക്കും. അരിയൊക്കെ കൂടി എല്ലാം കൂടി വെള്ളത്തിയിട്ട് വെച്ചിരിക്കാണ്ട് ഇതിനകത്ത് എല്ലാം ഉണ്ട്. ഉള്ളിയും ജീരകം എല്ലാം ഉണ്ട്. എല്ലാം കൂടി ഇട്ട് വെച്ചിട്ട് രാവിലെ ഒരു 5 മണിയാകുമ്പോൾ അരച്ച് വെക്കും. അപ്പോൾ നമുക്ക് ഒരു 1.5 മണിക്കൂർ അല്ല 2 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് അരച്ചാൽ നമ്മൾ സൂപ്പർ അപ്പം കിട്ടും. അങ്ങനെയാണ് ഞങ്ങൾ മിക്കപ്പോഴും ഉണ്ടാക്കാറ്. ചിലപ്പോൾ മാത്രമേ ഞങ്ങൾ അരച്ച് വെക്കുള്ളൂ രാത്രി, അല്ലെങ്കിൽ ഇത് അങ്ങനെ ചെയ്യാറ് പതിവ്. വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതുണ്ട്, നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ചോറും എല്ലാം കൂടി ഇട്ടാണ് ഞങ്ങൾ വെച്ചത്. അപ്പോൾ ഇനി അതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് ഇപ്പോൾ ഒരു 5 മണി ആയിട്ടില്ല. 5 മണി ആകത്തോണ്ട് 2 മണിക്കൂർ കൊണ്ടൊക്കെ നമുക്കൊരു 7-7:30 ആകുമ്പോൾ ഉണ്ടാക്കാം നമുക്കത്. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വയ്ക്കാനും നമ്മുടെ തക്കാളിയാണിത്. ഇംഗ്ലീഷിന് പോലെ അപ്പത്തിനൊക്കെ അരച്ച് വെച്ചായിരുന്നല്ലോ, അത് പൊങ്ങിയാന്ന് നോക്കാം. ഇതാ പൊങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട് അരച്ച് വെച്ചതാണ്. ഇനിയിപ്പോൾ ഉണ്ടാക്കണം. മണി 7:30 കഴിഞ്ഞ്. പിന്നെ ഇവർക്ക് പോകാനുള്ള സമയമൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇനി ഉണ്ടാക്കട്ടെ. ഇവിടെ എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പം എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വരാറ് പതിവുണ്ട്. ഇപ്രാവശ്യവും ഉണ്ടാക്കി നോക്കണം എങ്ങനെയുണ്ടെന്ന്. ചിലപ്പോഴൊക്കെ പാളിപ്പോകാറുണ്ട് കേട്ടോ. നമ്മൾ എടുത്ത് ആ കൂട്ട് ശരിയല്ലെങ്കിൽ പെട്ടെന്ന് പാളിപ്പോകും. അങ്ങനെ വരാറുണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് ഇന്നിപ്പോൾ അതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല അപ്പമാണ്. അപ്പോൾ അത് ഉണ്ണിയാണ് ഫസ്റ്റ് കഴിക്കണം. ഉണ്ണിക്ക് ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ച് പെട്ടെന്ന് ഉണ്ണിക്ക് നേരത്തെ പോകണം. അതുകൊണ്ട് വേഗം ഇറങ്ങണേ ഉള്ളൂ. അപ്പോൾ 5 അത് തന്നെ ഇത്തിരി ലേറ്റായിട്ടാണ് പോകുന്നത്. നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ മഴയായിരുന്നെങ്കിലും വെയിലൊക്കെ വന്നിട്ടുണ്ട്. 5 അങ്ങനെ ഓട്ടത്തിലാണ്. ഉണ്ണി പോയതുകൊണ്ട് ഇനി 5 ബസ്സിൽ വേണമല്ലോ പോകാൻ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു. അപ്പം ഞാൻ പൊടിയൊക്കെ നനച്ചത് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടി ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഉണ്ടാക്കി ഒരു 3 ആളിനത്തിന് എടുത്തുള്ളൂ. ഞാൻ കുറച്ച് എനിക്ക് മാത്രം മതിയില്ല എന്ന് ഓർത്തുകൊണ്ട് കുറച്ച് എടുത്തുള്ളൂ. അപ്പോൾ അതിനി ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇച്ചക്കൂട്ടൻ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചക്കൂട്ടനെ ഇന്നിപ്പോൾ സ്കൂളിൽ പോകാൻ നേരത്ത് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇച്ചക്കൂട്ടനൊക്കെ പോയി എല്ലാവരും പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ചപ്പാത്തിയും കറിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയും. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം എൻ്റെ അടുത്ത ഡ്യൂട്ടി. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്തേ.